നമ്മുടെ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിട്ടുള്ള ഒരു പ്രോമോയെ പറ്റിയിട്ട് സംസാരിക്കാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് നമ്മുടെ ജിൻഡോ ചേട്ടനും ജാസ്മിൻ ചേച്ചിയും തമ്മിൽ വലിയൊരു ഫൈറ്റ് നടക്കുകയാണ്. എന്താണ് അതിൻ്റെ ഒരു ആസ്പദമായിട്ടുള്ളൊരു വിഷയം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജാസ്മിൻ ചേച്ചി മൈക്ക് ധരിച്ചിട്ടില്ല എന്നുള്ളതാണ് കാരണം. അതായത് നമ്മുടെ ജാസ്മിൻ ചേച്ചിയുടെ മൈക്ക് ഒരു സോഫേൻ്റെ മുകളിൽ കാണുന്നുണ്ട് ആ ഒരു പ്രോമോയിൽ. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ജിൻഡോ ചേട്ടൻ കടന്നു വരികയാണ്. അവിടെ ജാസ്മിൻ ചേച്ചിയുടെ കുറച്ച് അകലെയായിട്ട് ഗബ്രി ചേട്ടനും ഇരിക്കുന്നുണ്ട്. അപ്പം ജിൻഡോ ചേട്ടൻ വരികയാണ്. ജിൻഡോ ചേട്ടൻ പറയാണ് ഈ ഒരു മൈക്ക് ധരിക്കാൻ വേണ്ടി പറയാണ്. ആള് താഴ്ന്ന സ്വരത്തിൽ അല്ലെങ്കിൽ സാധാ പോലെയല്ല സംസാരിച്ചത്. അതൊരു കാര്യം. അതെന്തുകൊണ്ടാണ് ദേഷ്യപ്പെട്ട് പറഞ്ഞത് എന്നുള്ളത് എനിക്കറിയില്ല. ജിൻഡോ ചേട്ടൻ ആദ്യമേ ഭയങ്കര ദേഷ്യത്തോടെയാണ് പറയുന്നത്, മൈക്ക് ധരിക്കടി, മൈക്ക് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം വളരെ ദേഷ്യപ്പെട്ടാണ് ജിൻഡോ ചേട്ടൻ ആദ്യമേ ജാസ്മിൻ ചേച്ചിയോട് സംസാരിക്കുന്നത്. അതിന് അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് അതിന് മുമ്പ് വേറെ എന്തെങ്കിലും അടി ഉണ്ടോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. കാരണം പ്രോമോയാണ് ഞാൻ സംസാരിക്കുന്നത്. പ്രോമോയിൽ നിന്നും മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴും ആ ഒരു പ്രോമോയെ പറ്റിയിട്ടാണ് ഈ വീഡിയോ. ഓക്കെ, അതാദ്യം മനസ്സിലാക്കുക. അല്ലാണ്ട് എപ്പിസോഡോ അല്ലെങ്കിൽ ലൈവ് കണ്ടിട്ട് ലൈവിൻ്റെ വീഡിയോ അല്ല ഇത്. ലൈവ് കണ്ടുകൊണ്ടുള്ള വീഡിയോസ് ഞാൻ വേറെ ചെയ്യും. അത് ലൈവിൽ വന്ന ഉടനെ തന്നെ ഞാൻ ചെയ്യും. അത് വേറെ കാര്യം. ഇതിപ്പോൾ ആ ഒരു പ്രോമോയിൽ ഉള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജാസ്മിൻ ചേച്ചി അങ്ങോട്ട് നല്ലോണം ചൂടായി. ധരിക്കില്ല എന്നൊക്കെ ആയിട്ട്, എടാ എടി എന്നൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ വിളിച്ച് അങ്ങനെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു. അതായത് ജാസ്മിൻ ചേച്ചിയോട് മൈക്ക് ധരിക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു. അപ്പോൾ അതാണ് ആ ഒരു പ്രോമോയിൽ നിന്നും മനസ്സിലാവുന്നത്. ഓൾറെഡി ജാസ്മിൻ ചേച്ചി സങ്കടപ്പെട്ടിട്ട് ആ ഒരു കിടക്കയിൽ കിടക്കുന്നതായിട്ടാണ് ആ ഒരു പ്രോമോയിൽ നിന്ന് മനസ്സിലാവുന്നത്. എന്ത് തന്നെയായാലും ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിഷയങ്ങൾ നമുക്ക് ലൈവിൽ നിന്ന് കാണാൻ വേണ്ടി പറ്റുന്നതാണ് വിശ്വസിക്കുന്നത്. എന്ത് തന്നെയായാലും ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോഴും നിലവിലുള്ള ചർച്ചാ വിഷയം ജാസ്മിൻ ചേച്ചിയും ഗബ്രി ചേട്ടനും തന്നെയാണ്. കാരണം ഒരുപാട് സംഭവങ്ങളാണ് ഇപ്പം ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്നത്. പലരും ക്വിറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. പിന്നെ നമ്മുടെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. മാനസികമായിട്ട് ഇതിൽ യോജിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗബ്രി ചേട്ടനൊക്കെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം എന്താകും എന്ന്, അല്ലേ? ഞാൻ നിങ്ങളെപ്പോലെ തന്നെ വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്തുതന്നെയായാലും അവർ ക്വിറ്റ് ചെയ്യാൻ ചാൻസ് കുറവാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പല മാനസിക ഒരുപാട് പ്രശ്നങ്ങളും സമ്മർദ്ദം തന്നെ. അപ്പം ഒരുപാട് മാനസിക സമ്മർദ്ദമൊക്കെ ഉണ്ടാകാം. അപ്പോൾ അതൊക്കെ അവർക്ക് തരണം ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. എന്തുതന്നെയായാലും നമുക്ക് ഒരു വ്യക്തിയെ എതിർക്കാം, പക്ഷെങ്കിൽ അതിനൊരു പരിധി നിങ്ങളെല്ലാവരും വെക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക, അല്ലേ? നമ്മൾ ഒരു വ്യക്തിയെ വെറുക്കുമ്പോഴും ഒറ്റൊരു കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ആ ഒരു വ്യക്തി നിങ്ങളായിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അത്രമാത്രം ചിന്തിച്ചാൽ മതി. ഞാൻ ആരെയും അനുകൂലിക്കുന്നതല്ല, ഞാൻ ആരെയും അവഗണിക്കുന്നതുമല്ല, ഞാൻ ആരെ പറ്റിയിട്ടും ആരെയും സപ്പോർട്ട് ചെയ്യാനായിട്ട് ചാനൽ തുടങ്ങിയതുമല്ല, ആരെ വിമർശിക്കാനായിട്ടും ചാനൽ തുടങ്ങിയതല്ല. ആ ബിഗ് ബോസ് ഹൗസിൽ എനിക്ക് നടക്കുന്ന കാര്യങ്ങൾ അന്നേരം നിങ്ങളിലേക്ക് എത്തിക്കുക. ആ കാര്യങ്ങളെ പറ്റിയിട്ട് ബിഗ് ബോസ് ഞാൻ ദിവസവും കാണുന്നതാണ്. അപ്പോൾ ആ ബിഗ് ബോസിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് നിങ്ങളുമായിട്ട് ഇങ്ങനെ എനിക്ക് സംസാരിച്ചിരിക്കാൻ നല്ല താല്പര്യമാണ്. അതുകൊണ്ടാണ് വീഡിയോസ് ചെയ്യുന്നത്. ഓക്കെ.